നല്ല ചൂടായതുകൊണ്ട് തന്നെ നമ്മുടെ വീടിന് മുറ്റത്ത് കൂടെ ഒരു വണ്ടി തണ്ണിമത്തനും കായും കൂർക്കയൊക്കെ കൊണ്ടുപോയപ്പോൾ നമ്മളത് വാങ്ങിയിട്ടോ. തണ്ണിമത്തൻ കുട്ടികൾക്കൊക്കെ മുറിച്ച് കൊടുത്തേക്കാണ്. അപ്പോൾ ഞങ്ങളുടെ ചേട്ടൻ്റെ മോൻ എബിക്കുട്ടൻ വന്നപ്പോൾ അവൻ 10ാം ക്ലാസ്സിലാണ് കേട്ടോ. 10ാം ക്ലാസ് പരീക്ഷ ഇപ്പോൾ നടക്കുകയാണല്ലോ. അപ്പോൾ അവന് ഒരു കഷ്ണം കൊടുത്തു. ഞാനും കഴിക്കുകയാണ്. കുട്ടികളൊക്കെ നന്നായിട്ട് കഴിച്ചു, ഞാനും കഴിച്ചു. എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പോൾ എബിൻകുട്ടന് ഞങ്ങളുടെ അമ്മ, അതായത് അവൻ്റെ അമ്മമ്മ കുറച്ച് ചോറ് കൊടുത്തായിരുന്നു, കുറച്ച് കുട്ടനെ കൂടി. അവൻ തന്നെ അവൻ കഴിച്ച പാത്രം കഴുകി വയ്ക്കാൻ കേട്ടോ. അതൊക്കെ വേണം. പെൺകുട്ടികളായാലും ആൺകുട്ടികളായാലും ഒക്കെ അവനവൻ തന്ന പാത്രമൊക്കെ കഴുകി വയ്ക്കുന്നത് വളരെ നല്ലതാണ്. ഒരു പ്രായം കഴിഞ്ഞ് ഇതൊക്കെ പഠിച്ചിരുന്ന ഭാവിയിൽ അവൻ കറ്റുന്ന പെണ്ണിന് ഉപകരിക്കും. അപ്പോൾ എൻ്റെ കെട്ടിയൻ തന്നെ പാത്രമൊക്കെ കഴുകിട്ടു. അപ്പോൾ എൻ്റെ കെട്ടിയൻ വന്നിട്ടുണ്ട് പണി കഴിഞ്ഞ്. അപ്പോൾ അമ്മ ചൂട്ടെടുത്ത് കളയാണ്. അപ്പോൾ അതൊന്ന് എടുത്ത് വയ്ക്കാനും പറയണേ. കുട്ടികൾ രണ്ടാളും പോയിട്ട് അത് എടുത്ത് വയ്ക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ച് കായും പഴമൊക്കെ വാങ്ങിച്ചായിരുന്നു. വെള്ളത്തിൻ്റെ തീയൊക്കെ കത്തിച്ചു നമ്മളത് കിടക്കുകയാണ്. അപ്പോൾ ഇത് ഇരുട്ടാണ്. 6:30 കഴിഞ്ഞ സമയം, അരബുക്കലായിട്ടുണ്ടാവും. ആൾ പണി കഴിഞ്ഞ് വന്നൊരു സമയം. അപ്പോൾ കായ്ക്കൊല വെട്ടി വെക്കാൻ പറഞ്ഞ് കടയിൽ കൊടുക്കാനായിട്ട്. അപ്പോൾ ഞാനതിൻ്റെ ഇടവഴിയിൽ പോയി കഷ്ടപ്പെട്ടെടുത്ത വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഇരുട്ടാണ്, അതാണ് ഇങ്ങനെ കാണുന്നത് കേട്ടോ. ഇതൊക്കെ കഴിഞ്ഞ് അവിടേക്ക് എത്തിയപ്പോൾ ഒരു തുള്ളി വെളിച്ചായി. നമ്മുടെ പറമ്പിൽ നിറച്ചും ജാതി അതൊക്കെ ഉള്ളതുകൊണ്ടാണ് എബിക്ക് ഇപ്പോൾ തന്നെ അരമുക്കളായ സമയം. അവന് 7 മണിയുടെ കുർബാനയ്ക്ക് പോകേണ്ടതാണ് കേട്ടോ. വൈകുന്നേരം കടയിൽ പോയി വന്നപ്പോൾ 2 ഡയറി മിൽക്ക്, അവന് ബർത്ത്ഡേ ആയിട്ട് ഒരു ജീപ്പ്, 2 ആൾക്കാരെ ക്രയോൺ, തബിൾക്ക് സ്ലൈഡൊക്കെ വാങ്ങിയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടമായി തീർച്ചയായും സപ്പോർട്ട് ചെയ്യുക. സീ യു.